നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി തകർന്ന് കോൺക്രീറ്റ് പാളികളും മണ്ണും വീടുകളുടെ മുകളിലേക്ക് വീണു. മണ്ണിനടിയിൽപ്പെട്ട വയോധികയ്ക്ക് പരിക്ക്. കുണ്ടറയിലായിരുന്നു അപകടം. പെരുമ്പുഴ സ്വദേശിനി ഗിരിജയ്ക്കാണ് പരിക്കേറ്റത്. NSS നേതൃത്വത്തിനെതിരെ മൈനാഗപ്പള്ളിയിൽ ബാനറുകൾ. സമുദായത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച നേതൃത്വം സമുദായത്തിന് തന്നെ നാണക്കേട്. നേതൃത്വത്തിനെതിരെ പ്രതിഷേധിക്കുക എന്നെഴുതിയ ബാനറുകളാണ് ഉയർത്തിയത്. NSS അനുഭാവികൾ വേങ്ങ ശാസ്താംകോട്ട എന്ന പേരിലാണ് ബാനറുകൾ. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷം. ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയിൽ അമൃതാനന്ദമയി മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി വേളയിൽ ആദരവുമായി സംസ്ഥാന സർക്കാർ. കേവലം ആദരവല്ല, സാംസ്കാരികമായ ഉണർവാണെന്ന് മന്ത്രി സജി ചെറിയാൻ. CDSകൾക്ക് ലഭിച്ച ISO അംഗീകാരം കുടുംബശ്രീയുടെ ഭാവി വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകുമെന്ന് മന്ത്രി MB രാജേഷ്. CDSകൾക്ക് ISO അംഗീകാരം ലഭിച്ചതിന്റെ സംസ്ഥാനതല പൂർത്തീകരണ പ്രഖ്യാപനം കൊല്ലത്ത് നടത്തി. കൊല്ലം ജില്ലയിലെ കുടുംബശ്രീ CDSകളുടെ സമ്പൂർണ്ണ ISO പ്രഖ്യാപനവും നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി തകർന്ന് കോൺക്രീറ്റ് പാളികളും മണ്ണും വീടുകളുടെ മുകളിലേക്ക് വീണു. മണ്ണിനടിയിൽപ്പെട്ട വയോധികയ്ക്ക് പരിക്കേറ്റു. കുണ്ടറയിൽ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. പെരുമ്പുഴ തലപ്പറമ്പ് കരയോഗത്തിന് സമീപം RGS ഭവനിൽ ഗിരിജയ്ക്കാണ് പരിക്കേറ്റത്. സമീപത്തെ 30 അടിയോളം ഉയരത്തിലുള്ള ഭൂമിയുടെ സംരക്ഷണ ഭിത്തിയടക്കം തകർന്ന് താഴെയുള്ള വീടുകളുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. കഴിഞ്ഞ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് സംരക്ഷണ ഭിത്തി തകർന്ന കോൺക്രീറ്റ് പാളികളും മണ്ണും വീടുകളുടെ മുകളിലേക്ക് വീണത്. മണ്ണിനടിയിൽപ്പെട്ട വയോധികയ്ക്ക് പരിക്കേറ്റു. കുണ്ടറ പെരുമ്പുഴ തലപ്പറമ്പ് കരയോഗത്തിന് സമീപം RGS ഭവനിൽ ഗിരിജയ്ക്കാണ് പരിക്കേറ്റത്. സമീപത്തെ 30 അടിയോളം ഉയരത്തിലുള്ള ഭൂമിയുടെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ തകർന്ന് താഴെയുള്ള വീടുകളുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. മണ്ണും കോൺക്രീറ്റ് പാളികളും വീടിന്റെ വാതിൽ തകർത്ത് വീടിനുള്ളിലേക്ക് വീണു. അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ഗിരിജയ്ക്കാണ് പരിക്കേറ്റത്. മണ്ണിൽ പുതഞ്ഞുപോയ ഗിരിജയെ സമീപവാസികൾ പുറത്തെടുക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ഇവരെ പെരുമ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിനുൾവശം മുഴുവൻ ചെളി നിറഞ്ഞ നിലയിലാണ്. വീട്ടിലെ ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും പൂർണ്ണമായി നശിച്ചു. സമീപത്തെ വീടിനും നാശനഷ്ടമുണ്ട്. സമീപത്തെ കുടുംബങ്ങളോട് മാറി താമസിക്കാൻ ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകി. ഗിരിജയോടൊപ്പം മകൻ സന്ദീപ്, ഭാര്യ തുഷാര, മക്കളായ ശ്രേയ, സ്നേഹ എന്നിവരാണ് താമസിക്കുന്നത്. ഇവർ വീട്ടിലില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺക്രീറ്റ് ഫില്ലറുകൾ കൊണ്ട് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെ ഉള്ളിൽ വീണ്ടും മണ്ണിട്ട് നിരത്തുകയും ചെയ്തിരുന്നു. കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി തകർന്ന് കോൺക്രീറ്റ് പാളികളും മറ്റും വീടുകളുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. മുൻപും പലതവണ മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളതായി സന്ദീപ് പറഞ്ഞു. അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട്. ഈ നേരത്തെ വീട്ടുകാരുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ വേറെ ആൾക്കാരുടെ വിറ്റേക്ക് കപ്പിലാണ്. നേരത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാരുടെ ഞങ്ങൾ പലതവണയായിട്ട് കേസും കാര്യങ്ങളും കുണ്ടറ സ്റ്റേഷനിലെ കേസെല്ലാം കൊടുത്തിട്ടുള്ളതാണ്. കാര്യം ഇതേ കണക്ക് വെള്ളം വീഴ്ചയും കണക്ക് വെള്ളം വേസ്റ്റുകൾ എന്താ പശുക്കളുണ്ടായിരുന്നു, വേസ്റ്റ് സഹിതം നമ്മൾ വീണ്ടും പുരടുത്തിട്ട് ആ കേസൊക്കെ ആയി ഭയങ്കര വിഷയമൊക്കെ ആയതായിരുന്നു. പിന്നെ ഇതിപ്പോൾ വേറെ ആൾക്കാർ ഇത് മേടിച്ച് അവരിപ്പോൾ ചൈന മുതൽ ഇട്ട് നമുക്ക് ഭയങ്കര ഹൈറ്റിലാണ് ഇത് കെട്ടിപ്പൊക്കി വെച്ചത്. ഭയങ്കര ഹൈറ്റായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോഴത്തെ മഴയ്ക്ക് നല്ല രീതിയിൽ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ ഞങ്ങൾ സ്കൂളോട്ടം കഴിഞ്ഞിട്ട് വണ്ടി വർഷം കൊണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി അന്നേരമാണ് ഇത്രയും സംഭവം ഉണ്ടായി. വീട് മൊത്തം നശിച്ച് എല്ലാം പരിമിതിപ്പെടുത്തും. പരാതികൾ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SD അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ എന്നിവർ സ്ഥലത്തെത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. വന്നിട്ടുള്ളത് അശാസ്ത്രീയമായ രീതിയിലുള്ള മതിൽ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ്. വലിയ ദുരന്തം ഉണ്ടാവാതിരുന്നത് ഏതോ ഭാഗ്യം. അതാണ് ഉള്ളത്. മാറി താമസിക്കുക. തൽക്കാലത്തേക്ക് മഴ ശമിക്കുന്നവരെ മാറി താമസിച്ചിട്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലും റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിലും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് പഞ്ചായത്ത് ചെയ്യാൻ കഴിയുന്നത്. കുണ്ടറയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തഴവ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തി. ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അഭിപ്രായം തേടുകയും ഭാവി വികസനം സംബന്ധിച്ച് പൊതുജനാഭിപ്രായം സ്വരൂപിക്കുകയുമാണ് വികസന സദസ്സിന്റെ ലക്ഷ്യം. തഴവ ഗ്രാമപഞ്ചായത്തിന്റെ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായം ലഭ്യമാക്കുകയും
ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനും ഇതുവരെ ആർജിച്ച നേട്ടങ്ങളും മുന്നേറ്റങ്ങളും സംബന്ധിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും തഴവ ഗ്രാമപഞ്ചായത്തിന്റെ ഭാവി വികസനം സംബന്ധിച്ച് പൊതുജനാഭിപ്രായം ഉൾക്കൊള്ളുന്നതിനുമായാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത്. തഴവ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വികസന സദസ്സ് നടത്തിയത്. വികസന സദസ്സിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. ഒട്ടേറെ അനുഭവ സമ്പത്തുള്ള ഒരു നാടാണ് ഈ തഴവ എന്ന് പറയുന്ന ഈ വിശാലമായ മനസ്സുകളുടെ നന്മയുടെ സ്നേഹത്തിൻ്റെ ഒട്ടേറെ നല്ല മനുഷ്യർ ജീവിക്കുന്ന ഈ തഴവയിൽ ഒട്ടേറെ കേരളത്തിന് ഒട്ടേറെ അമൂല്യമായ സംഭാവനകൾ നൽകിയ ഈ പ്രദേശത്തെ ഒരുപാട് നല്ല മനുഷ്യർ ഉൾക്കൊണ്ട ഒരു ഗ്രാമമാണ്. കേരളത്തിൻ്റെ ഭൂപടത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു ഗ്രാമമായി തഴവ ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. സദാശിവൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് R. അമ്പളിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. 5 പേർ 10 സെന്റ് വെച്ച് കൊടുത്ത് 3 കുടുംബങ്ങൾക്ക് വീതം. ഒന്ന് സഖാവ് നമ്മുടെ സിദ്ദിഖാണ്, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. 3 പേർക്ക് 3 സെന്റ് വീതം 3 കുടുംബങ്ങൾ 10 സെന്റ് വസ്തു കൊടുത്ത് സിദ്ദിഖ്. ഇട്ടിയാശ്ശേരിയിലെ ബാബു വീട് വെക്കുന്നതിന് വേണ്ടി 3 ആളിന് ഭൂമി കൊടുത്തു. രാജേന്ദ്ര സാർ ഈ സ്കൂളിൽ അധ്യാപകനാണ്, പാവപ്പയിൽ താമസിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഭൂമി കൊടുത്തു. പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം, വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവർക്ക് ആദരവ് എന്നിവയും നടത്തി. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് RPS പ്രേംശങ്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേരി ഭാഗം, ജില്ലാ പഞ്ചായത്ത് അംഗം R. ശൈലജ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B. ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മധു മാവോലിൽ, ശ്രീലത S, അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ R. സുജ, വിജയകുമാരി V, KK കൃഷ്ണകുമാർ, പ്രശാന്തി, S. ശ്രീകുമാർ, ഷാനു K. സലാം തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണനവും പ്രദർശനവും ഇതിന്റെ ഭാഗമായി നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ വിവരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗവും വികസന സദസ്സിൽ ഉൾപ്പെടുത്തി. ജാതി ജന്മി നാടുവാഴിത്ത വ്യവസ്ഥക്കും വിദേശാധിപത്യത്തിനുമെതിരായി ജനങ്ങൾ നടത്തിയ മുന്നേറ്റങ്ങളാണ് ആധുനിക കേരളത്തിന്റെ അടിത്തറ. അവിടെ നിന്ന് ഇങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരുകളിലേക്കുള്ള ജനകീയ ഇടപെടലുകളാണ് സംസ്ഥാനത്തെ ഒരു പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ സമൂഹമാക്കി മാറ്റിയത്. ഈ പരിവർത്തന ഘട്ടങ്ങളിലെല്ലാം ജനകീയ ചർച്ചകളും പൊതുസംവാദങ്ങളും ഉൾപ്പെട്ടിരുന്നു നോക്കണം. അത്തരം സംവാദങ്ങളിലെ ഏറ്റവും തിളക്കമാർന്നതായിരുന്നു ജനകീയ ആസൂത്രണ പദ്ധതി. ജനകീയ ആസൂത്രണത്തിലൂടെ നമ്മുടെ നാട്ടിലെ ഓരോ പ്രദേശത്തെയും വികസന ഭാഗതയെ നിർണ്ണയിക്കാനുള്ള അധികാരം അതാത് പ്രദേശത്തെ ജനങ്ങൾക്ക് കൈമാറി. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, വൈദ്യുതി, കുടിവെള്ളം, മാലിന്യമുക്ത പരിസരം. ഇതേസമയം UDFും BJPയും വികസന സദസ്സ് ബഹിഷ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, തഴവ. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് മാതാ അമൃതാനന്ദമയി മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ അമൃതാനന്ദമയിക്ക് ആദരവുമായി സംസ്ഥാന സർക്കാർ. അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അമൃതാനന്ദമയിയെ ആദരിച്ചത്. ഇത് കേവലം ഒരു ആദരവല്ല, സാംസ്കാരികമായ ഉണർവാണ് എന്നും മന്ത്രി പറഞ്ഞു. ലോകമാകെ സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രകാശം പരത്തുന്ന അമ്മ കേരളത്തിലെ സാംസ്കാരിക മൂല്യങ്ങളാണ് മാതൃഭാഷയായ മലയാളത്തിലൂടെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തിയതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ശക്തി ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. നമ്മുടെ ഭാഷയെ വിസ്മരിക്കുന്നവർക്കുള്ള സന്ദേശമാണ് അമ്മ നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. മലയാള ഭാഷയുടെ മഹിമ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച അമ്മയെ സംസ്ഥാന സർക്കാർ ആദരിക്കുകയാണ്. ഇത് കേവലം ഒരു ആദരമല്ല, സാംസ്കാരികമായ ഉണർവാണെന്നും സംസ്ഥാന മുഖ്യമന്ത്രി തന്റെ ആശംസയും ആദരവും അറിയിക്കുന്നെന്നും സജി ചെറിയാൻ പറഞ്ഞു. അമ്മയുടെ ജീവിതം ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല, അത് കരുണയുടെയും നിസ്വാർത്ഥതയുടെയും സർവലൗകികമായ ഒരു ദർശനമാണ്. ജാതി മത ദേശഭേദമില്ലാതെ ഒരാലിംഗനം കൊണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസവും ധൈര്യവും പകർന്നു നൽകാൻ അമ്മയ്ക്ക് കഴിയുന്നു. ലോകത്തിന്റെ പരിച്ഛേദമായി അമൃതപുരി മാറിയെന്ന ആശംസ നേർന്ന CR മഹേഷ് MLA ചൂണ്ടിക്കാട്ടി. ലോകത്തിന്റെ പരിച്ഛേദമായി നമ്മുടെ നാട് മാറുകയാണ്. അമ്മയുടെ സ്നേഹത്തിനും സേവനത്തിനും ഭാഷയുടെയും രാജ്യത്തിൻ്റെയും അതിർവരമ്പില്ല. ലോകം മുഴുവനും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും
അമ്മയ്ക്ക് മക്കളാണ്, തുല്യരാണ്. മധുര മലയാളത്തെ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച അമ്മയുടെ വാക്കുകൾ ഉൾക്കൊണ്ട് സ്നേഹവും സാഹോദര്യവും നിലനിർത്തി ജീവിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഉമാ തോമസ് MLA പറഞ്ഞു. മലയാള ഭാഷയ്ക്ക് രൂപവും ഭാവവും നൽകിയവരെ ആദരിക്കുന്നതായും ഈ പുരസ്കാരം മലയാള ഭാഷയ്ക്ക് തന്നെ സമർപ്പിക്കുന്നെന്നും മറുപടി പ്രസംഗത്തിൽ അമൃതാനന്ദമയി പറഞ്ഞു. മലയാള ഭാഷയുടെ പ്രോത്സാഹനത്തിന് എല്ലാ മാതാപിതാക്കളും മക്കളെ പ്രചോദിപ്പിക്കണമെന്നും അമൃതാനന്ദമയി ചൂണ്ടിക്കാട്ടി. അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി സ്വാഗതം പറഞ്ഞു. സ്വാമിനി സുവിദ്യാമൃത പ്രാണ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കൈയും കാലും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് റബ്ബർ മരത്തിൽ പൂട്ടിയ നിലയിൽ അംഗപരിമിതന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഇതുവരെയും ആളിനെ തിരിച്ചറിയാനായില്ല. രണ്ടുപേരുടെ പേരുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിലും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. റൂറൽ സൈബർ സെല്ലും അന്വേഷണ രംഗത്തുണ്ട്. കേരളം, തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിലെ കാണാതായ കേസുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. പുനലൂർ പോലീസ് സബ് ഡിവിഷന്റെ അധിക ചുമതല വഹിക്കുന്ന DYSP TR ജിജുവും പുനലൂർ ഏരൂർ SHOമാരും അടങ്ങുന്ന 20 പേരുടെ സംഘം എല്ലാ ദിവസവും പുനലൂർ DYSP ഓഫീസിൽ യോഗം ചേർന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. കൃത്യം നടത്താൻ തദ്ദേശവാസികളുടെ സഹായം അനിവാര്യമായിരുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തി. ഏതാനും പേർ നിരീക്ഷണത്തിലാണ്. മുക്കടവിലെ കടയിലെ തമിഴ്നാട് സ്വദേശിയായ ജീവനക്കാരൻ കാന്താരി പറിക്കാൻ തോട്ടത്തിൽ പോയപ്പോഴാണ് തോട്ടത്തിൽ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. മുക്കടവും തമിഴ്നാടുമായുള്ള ബന്ധവും കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസവും അതിർത്തി ഭാഗങ്ങളിൽ അന്വേഷണം നടന്നു. ആദ്യഘട്ടത്തിൽ കീറിയ ബാഗ്, ഒരു കത്രിക, കന്നാസ്, കുപ്പി എന്നിവ മാത്രമായിരുന്നു കണ്ടെത്തിയിരുന്നത്. കൊല ചെയ്യപ്പെട്ടയാളിനെ തിരിച്ചറിയാതിരിക്കുന്നതിനും തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കുന്നതിനും മൃതദേഹം വിവസ്ത്രമാക്കി രാസലായനിയോ ഇന്ധനമോ ഉപയോഗിച്ച് പൊള്ളലേൽപ്പിക്കുക കൂടി ചെയ്തതോടെ കൊലപാതകം വ്യക്തമായ ആസൂത്രണത്തോടെ ചെയ്തതാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഗാന്ധി ദർശൻ സമിതിയുടെ സിഗ്നേച്ചർ ക്യാമ്പയിന് തുടക്കമായി. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെ തടയാനായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി നടത്തുന്ന 1 ലക്ഷം ഒപ്പ് ശേഖരണ യജ്ഞത്തിന്റെ നിയോജക മണ്ഡലം തല സിഗ്നേച്ചർ ക്യാമ്പയിൻ കരുനാഗപ്പള്ളിയിൽ നടന്നു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെ തടയുന്നതിന്റെ ഭാഗമായാണ് ഗാന്ധി ദർശൻ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി മദ്യവിരുദ്ധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി 1 ലക്ഷം ഒപ്പുശേഖരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം തല സിഗ്നേച്ചർ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ കർഷക കടാശ്വാസ കമ്മീഷൻ മുൻ അംഗം KG രവി ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ പോച്ചയിൽ ആദ്യ ഒപ്പ് രേഖപ്പെടുത്തി. നിയോജകമണ്ഡലം പ്രസിഡന്റ് മെഹർ ഖാൻ ചേന്നല്ലൂർ അധ്യക്ഷത വഹിച്ചു. MV ഹെൻറി, KA ജവാദ്, മുനമ്പത്ത് ശിഹാബ, ബാബുജി പട്ടത്താനം, നസീം ബീവി, സുമിത്ര, മാരിയത്ത് ബീവി, ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. 1 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പത്തനംതിട്ട കോന്നി വള്ളിക്കോട് സ്വദേശി PM അനിൽകുമാറാണ് പത്തനംതിട്ട എക്സൈസിന്റെ പിടിയിലായത്. പത്തനംതിട്ട കോന്നി വള്ളിക്കോട് പാലക്കൽ വീട്ടിൽ PM അനിൽകുമാറിനെയാണ് 1.076 കിലോ കഞ്ചാവുമായി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന 1 കിലോയിലധികം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ NDPS കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഇയാൾ നിരവധി NDPS കേസുകളെ പ്രതിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇയാളെ റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ G അജികുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയകുമാർ, പ്രിവന്റീവ് ഓഫീസർ ഗിരീഷ്, TOമാരായ അജിത്ത്, ജിതിൻ, രാഹുൽ, അഭിജിത്ത് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വിദ്യാഭ്യാസ പരിവർത്തന യാത്ര മാറ്റൊലിയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം സമാപിച്ചു. കായംകുളത്തായിരുന്നു ജാഥയുടെ സമാപനം. സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ 19 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KPSTA ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം.
സംസ്ഥാന സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ 19 ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസ പരിവർത്തന യാത്ര മാറ്റൊലിയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനമാണ് സമാപിച്ചത്. കായംകുളത്തായിരുന്നു ജാഥയുടെ സമാപനം. സമാപന സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന അധ്യാപക വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും ടെറ്റ് യോഗ്യതയിൽ നിന്ന് നിലവിൽ സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും ഒഴിവാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം വേണ്ടുന്ന ഒരു വിഭാഗമായി അധ്യാപക സമൂഹം മാറിയിരിക്കുകയാണ്. കാരണം വല്ലാത്ത സങ്കടമാണ്. ഇവിടെ പുരോഗമനമൊക്കെ ഈ സർക്കാർ പറയുകയും പുരോഗമന ആശയങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന സർക്കാരാണെന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സർക്കാരും നിയമ സംവിധാനവും ഈ ആരോപണം ഉന്നയിക്കുന്നവരോടൊപ്പമാണ്, പാവപ്പെട്ട അധ്യാപകരോടൊപ്പമാണ്. പണ്ട് കാലത്ത് വിദ്യാർത്ഥികളുടെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം ഇന്ന് അധ്യാപകർക്കില്ല. പലയിടങ്ങളിലും അധ്യാപകർ സ്കൂളിൽ വരിക, പുസ്തകം തുറന്നു നോക്കുക, കുറേ ഇങ്ങനെ വർത്തമാനം പറയുക, പഠിക്കുന്നവർ പഠിക്കും, സ്വഭാവം നേരെയാവുന്നവൻ നേരെയാവും, അല്ലാത്തവനല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക ഉപകരണങ്ങളായ അധ്യാപകർ മാറിയിരിക്കുകയാണ്. പാർക്ക് മൈതാനിയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T. സൈനുലാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കഴിഞ്ഞ കാലങ്ങളിലെ നയവും പരിപാടികളുമൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരായുള്ള മഹത്തായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് KPSTA നേതാക്കന്മാർ കാസർഗോഡ് നിന്നും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആദരണീയനായ ശ്രീ ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്ത ഈ ജാഥ ഇന്ന് ഏതാണ്ട് 10 ദിവസം പിന്നിട്ട് ആലപ്പുഴ ജില്ലയിലെ കായംകുളം റവന്യൂ ജില്ലയിലെത്തി നിൽക്കുകയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ബിജു, സംസ്ഥാന സെക്രട്ടറിമാരായ ജോൺ ബോസ്കോ, R. തനൂജ, KPSTA മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാഹുദ്ദീൻ, CR ചന്ദ്രൻ, B. സുനിൽകുമാർ, KD അജിമോൻ, ഉദയകുമാർ, മുഹമ്മദ് റഫീഖ, K. രഘുകുമാർ, മിനി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. KSFE സ്റ്റാഫ് അസോസിയേഷൻ CBC വാര്യർ അനുസ്മരണം നടത്തി. വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും സമ്മാനിച്ചു. കരുനാഗപ്പള്ളിയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. KSFE സ്റ്റാഫ് അസോസിയേഷൻ CITU കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് CBC വാര്യർ അനുസ്മരണം സംഘടിപ്പിച്ചത്. SLC +2 വിജയികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. KSFE-SA CITU ജനറൽ സെക്രട്ടറി S. മുരളീകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. പബ്ലിക് സെക്ടർ രാജ്യത്തിന്റെ ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ നയമാണോ ഇന്നത്തെ കോൺഗ്രസിന്? പൊതുമേഖല ആദ്യം വിൽക്കാൻ തുടങ്ങിയത് ഇന്നത്തെ പ്രധാനമന്ത്രിയാണോ? കോൺഗ്രസ് തന്നെ നയിക്കുന്നു രീതിയിലേക്ക് മാറി. അപ്പോൾ ഇത് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് ആണ്, ഒരു പ്രശ്നം. അങ്ങനെ ഒരു ഗവൺമെന്റ് ഒരു ക്യാബിനറ്റ് തീരുമാനമെടുത്ത് KSFE മുതലാളിക്ക് വിൽക്കാൻ തീരുമാനിച്ചാൽ പാടില്ല എന്ന് പറയാൻ നമ്മുടെ കൂടെ ജനലക്ഷങ്ങൾ വേണം. വിശാഖപട്ടണത്ത് ഒരു പബ്ലിക് സെക്ടറിനെ വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ജനങ്ങൾ അസംബ്ലി ചെയ്തു. ഇവിടെ ഒരു മുതലാളിയും കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളുടെ സ്ഥാപനമാണ്. ഈ സ്ഥാപനം ഒരു മുതലാളിയും കയറാൻ സമ്മതിക്കില്ല പറഞ്ഞ് ആ സ്ഥാപനത്തിന്റെ 4 വശത്തും ജനങ്ങൾ അണിനിരന്നു. പട്ടാളക്കാരും തോക്കുമൊക്കെ വന്നെങ്കിൽ ജനങ്ങളെ എത്ര പേർ വെടിവെച്ചു മുതലാളി വാങ്ങേണ്ട ജനങ്ങൾ ആ സ്ഥാപനത്തെ അത്രത്തോളം സ്നേഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ R. അധ്യക്ഷത വഹിച്ചു. R. യദുകൃഷ്ണൻ, R. സുരേഷ് കുമാർ, A. രാജീവ്, R. സന്തോഷ്, A. ഷാഹിമോൾ, R. റാബി, SS സുമേഷ്, രഹന R. നിമ്യ ആനന്ദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. NSS നേതൃത്വത്തിനെതിരെ ബാനറുകൾ. സമുദായത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച നേതൃത്വം സമുദായത്തിന് തന്നെ നാണക്കേട്. നേതൃത്വത്തിനെതിരെ പ്രതിഷേധിക്കുക എന്നെഴുതിയ ബാനറുകളാണ് ശാസ്താംകോട്ടയിൽ ഉയർത്തിയിട്ടുള്ളത്. NSS അനുഭാവികൾ വേങ്ങ ശാസ്താംകോട്ട എന്നും ബാനറിൽ എഴുതിയിട്ടുണ്ട്. മൈനാഗപ്പള്ളി വേങ്ങ 2193 നമ്പർ NSS കരയോഗ മന്ദിരത്തിന് മുന്നിലാണ് ബാനറുകൾ ഉയർത്തിയിട്ടുള്ളത്. സ്വാർത്ഥ താൽപര്യങ്ങൾ, വിശ്വാസങ്ങൾക്കും സാമുദായിക കാഴ്ചപ്പാടുകൾക്കും അതീതമോ സമുദായത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച നേതൃത്വം സമുദായത്തിനു തന്നെ നാണക്കേട്. നായർ സമുദായത്തെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന നേതൃത്വത്തിനെതിരെ പ്രതിഷേധിക്കുക എന്നിങ്ങനെയാണ് ബാനറിൽ എഴുതിയിട്ടുള്ളത്. NSS അനുഭാവികൾ വേങ്ങ ശാസ്താംകോട്ട എന്ന പേരിലാണ് ബാനറുകൾ ഉയർത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സമഗ്രമായ പ്രവർത്തന മികവിന് CDSകൾക്ക് ലഭിച്ച ISO അംഗീകാരം കുടുംബശ്രീയുടെ ഭാവി വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകുമെന്ന് മന്ത്രി MB രാജേഷ്.
കുടുംബശ്രീയുടെ കീഴിലുള്ള 617 CDSകൾക്ക് ISO അംഗീകാരം ലഭിച്ചതിന്റെ സംസ്ഥാനതല പൂർത്തീകരണ പ്രഖ്യാപനവും കൊല്ലം ജില്ലയിലെ കുടുംബശ്രീ CDSകളുടെ സമ്പൂർണ്ണ ISO പ്രഖ്യാപനവും കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ആദ്യമായി ISO അംഗീകാരം നേടിയ CDSകൾക്കുള്ള പുരസ്കാര വിതരണവും മന്ത്രി നിർവഹിച്ചു. കേരളത്തിൽ ISO സർട്ടിഫിക്കേഷൻ നേടിയപ്പോൾ കൊല്ലം ജില്ലയിലെ 100% CDSകളും ISO സർട്ടിഫിക്കേഷൻ വളർച്ചയുടെ നേട്ടങ്ങളുടെ നാഴികക്കല്ലുകൾ ഓരോന്നായി കുടുംബശ്രീ പിന്നിടുകയാണ്. കഴിഞ്ഞ വർഷമാണ് കുടുംബശ്രീ വലിയ ചരിത്രപരമായ നേട്ടം കൈവരിച്ചത്. അത് ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിനിൽ ആയിരുന്നു. 48 ലക്ഷം അംഗങ്ങൾ കുടുംബശ്രീക്കുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ നെറ്റ്വർക്കാണ് കുടുംബശ്രീ. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ സ്വാഗതം പറഞ്ഞു. M. നൌഷാദ് MLA, ജില്ലാ കളക്ടർ N. ദേവിദാസ്, കില ഡയറക്ടർ ജനറൽ A. നിസാമുദ്ദീൻ, ഡെപ്യൂട്ടി മേയർ S. ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി ജയദേവി മോഹൻ, ജില്ലാ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ C. ഉണ്ണികൃഷ്ണൻ, കോർപ്പറേഷൻ നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് A. K. സവാദ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊല്ലം ജോയിന്റ് ഡയറക്ടർ S. സുബോധ്, CDS ചെയർപേഴ്സൺമാരായ സുജാത രതികുമാർ, സിന്ധു വിജയൻ, കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർമാരായ KU ശ്യാംകുമാർ, മേഘ മേരി കോശി തുടങ്ങിയവർ പങ്കെടുത്തു. കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ സംവിധാനം ഇന്നും അതിന്റെ ജൈവയാത്ര തുടരുന്നു. അപ്പോ ഇന്ന് നമ്മുടെ നാട്ടുകളിലേക്ക് ശനിയാഴ്ചകളും ഞായറാഴ്ചകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില യൂണിഫോമൊക്കെ ഇട്ട് കുറെ പേര് പോകുന്നതാണ്. പോകുന്നതാണെന്ന് ഇപ്പൊ ആരും ചോദിക്കില്ല. അഥവാ സുഹൃത്തുക്കൾ കണ്ടാലും ചോദിക്കും, കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ടോ? ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി തകർന്ന് കോൺക്രീറ്റ് പാളികളും മണ്ണും വീടുകളുടെ മുകളിലേക്ക് വീണു. മണ്ണിനടിയിൽപ്പെട്ട വയോധികയ്ക്ക് പരിക്ക്. കുണ്ടറയിലായിരുന്നു അപകടം. പെരുമ്പുഴ സ്വദേശിനി ഗിരിജയ്ക്കാണ് പരിക്കേറ്റത്. NSS നേതൃത്വത്തിനെതിരെ മൈനാഗപ്പള്ളിയിൽ ബാനറുകൾ. സമുദായത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച നേതൃത്വം സമുദായത്തിന് തന്നെ നാണക്കേട്. നേതൃത്വത്തിനെതിരെ പ്രതിഷേധിക്കുക എന്നെഴുതിയ ബാനറുകളാണ് ഉയർത്തിയത്. NSS അനുഭാവികൾ വേങ്ങ ശാസ്താംകോട്ട എന്ന പേരിലാണ് ബാനറുകൾ. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷം. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ അമൃതാനന്ദമയി മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി വേളയിൽ ആദരവുമായി സംസ്ഥാന സർക്കാർ. കേവലം ആദരവല്ല, സാംസ്കാരികമായ ഉണർവാണെന്ന് മന്ത്രി സജി ചെറിയാൻ. CDSകൾക്ക് ലഭിച്ച ISO അംഗീകാരം കുടുംബശ്രീയുടെ ഭാവി വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകുമെന്ന് മന്ത്രി MP രാജേഷ്. CDSകൾക്ക് ISO അംഗീകാരം ലഭിച്ചതിന്റെ സംസ്ഥാനതല പൂർത്തീകരണ പ്രഖ്യാപനം കൊല്ലത്ത് നടത്തി. കൊല്ലം ജില്ലയിലെ കുടുംബശ്രീ CDSകളുടെ സമ്പൂർണ്ണ ISO പ്രഖ്യാപനവും നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.